ഓം വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ ഡൈനിങ് ഏരിയയിലുണ്ട്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് ആ കൂട്ടത്തിൽ രുദ്രനും ആദിയുമില്ല. അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നു കൊണ്ട് കാഷ്വലായി അവരോട് ചോദിച്ചു, ആദിയും രുദ്രനും എന്തിയമ്മേ? ഓ, അത് നിന്നോട് പറയാൻ മറന്നുപോയി. നമ്മൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നേയില്ലേ നിൻ്റെയും ആദിയുടെയും കൂടെ വിവാഹം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന്. ഇനി അത് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് ഞങ്ങളെല്ലാവരും അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ചെറുതായിട്ടൊരു താലികെട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് അതിന് ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ നമ്മുടെ അല്ലുവിനും രുദ്രനും ഓരോ ജോഡി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും കൂടെ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തിട്ട് അവരിപ്പോൾ വരും, വിളിച്ച് ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞത്. അത്രയും പറഞ്ഞ് ഐശ്വര്യ കിച്ചൺ ഏരിയയിലേക്ക് പോയി. അപ്പോഴാണ് ഓം അദ്രിയെ ശ്രദ്ധിക്കുന്നത്. അദ്രിയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. ഇതെല്ലാം കേട്ടിട്ട് തൻ്റെ കുഞ്ഞനിയത്തിയുടെ ഇഷ്ടത്തിന് അവൻ കൂട്ടു നിൽക്കുന്നു എന്ന് മാത്രം ആ മുഖത്ത് നിന്ന് ഓമിന് വായിച്ചെടുക്കാൻ സാധിച്ചു. ഓം പതിയെ ഫുഡെല്ലാം കഴിച്ച് വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് ഇരുന്നു. അങ്ങോട്ട് അദ്രി വന്നപ്പോൾ അദ്രിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവൻ കാഷ്വലായി തന്നെ അവനോട് ചോദിച്ചു, എന്താ അദ്രി, നിൻ്റെ കുഞ്ഞനിയത്തെ ഞാൻ വിവാഹം കഴിക്കുന്ന എന്തെങ്കിലും എതിർപ്പ് നിനക്കുണ്ടോ? എന്താ എതിർപ്പെന്ന് നിനക്കറിഞ്ഞൂടെ ഓം? നീ പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം? നിൻ്റെ സഹോദരി ഉള്ളിടത്തോട്ട് എൻ്റെ അനുജത്തേക്ക് വിവാഹം കഴിച്ചു വിടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് നിനക്കറിയാലോ. വേറെ ആരെക്കാൾ നല്ല വ്യക്തമായി നിനക്കറിയാം എന്താണ് ഞാൻ അതിന് തടസ്സം പറയുന്നതെന്ന്. ഇങ്ങനൊരു സംഭവം നടന്നില്ല എങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി വളരെ സന്തോഷത്തോടെയായിരിക്കും എൻ്റെ അനിയത്തെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. ഇന്ന് ഈ ഭൂമിയിൽ എനിക്ക് അത്ര വിശ്വാസത്തോടെ നിന്നെ മാത്രമേ എൻ്റെ കുഞ്ഞനിയത്തെ ഏൽപ്പിക്കാൻ പറ്റൂ. എങ്കിലും ഒരു ചെറിയ കരടായി നിൻ്റെ സഹോദരി അവിടെയും ഉണ്ട്. അങ്ങനെ ഒരു കരടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ചോദ്യത്തിന് അവസരം പോലും ഉണ്ടാകില്ലായിരുന്നു ഓം. ഓമിൻ്റെ തല പതിയെ ഒന്ന് കുഞ്ഞു. തൻ്റെ സഹോദരി ചെയ്ത അത്ര വലിയ തെറ്റാണെന്നുള്ളത് അവൻ അറിയാമായിരുന്നു. എങ്കിലും അവൻ അദ്രിയുടെ നേരെ തിരിഞ്ഞ്, നിൻ്റെ അനുജത്തിയുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴാൻ ഞാൻ നോക്കിക്കോളാം. പിന്നെ അല്ലു, അവൾക്ക് ആദിയെന്ന് വെച്ചാൽ ജീവന. ആദിക്കും അതുപോലെ തന്നെ. പിന്നെ നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കണ്ടേ? എൻ്റെ ഓം, ആദിയുടെ മനസ്സിൽ അവൾക്ക് എപ്പോഴും ഒരു സഹോദരി സ്ഥാനം തന്നെയാണ്. ബട്ട് അല്ലുവിനെ അങ്ങനെയല്ല. എങ്ങനെയാണ് ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് നീ എപ്പോഴെങ്കിലും അല്ലുവിനോട് ചോദിച്ചിട്ടുണ്ടോ? അലങ്കൃതയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു അന്ന് പുറത്തേക്ക് പോയത്. അവളെ കൊല്ലാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനവും. ബട്ട് അതിലേക്ക് അല്ലു ചെന്ന് അറിയാതെ പെട്ടുപോയെന്ന് സത്യം തന്നെ. അപ്പോൾ അവളുടെ ഭാഗത്ത് എന്താടാ തെറ്റ്? നീ ഇപ്പോഴും അവളെ തെറ്റുകാരിയായിരുന്നു. എന്നോട് ചെയ്ത തെറ്റുകളൊന്നും തെറ്റല്ലല്ലോ അല്ലേ? സഹോദരി ആയതുകൊണ്ട് അത് കണ്ണു അടച്ചങ്ങും മറിച്ച് കാണും. അല്ലടാ, നിന്നോട് ചെയ്ത തെറ്റ് തന്നെ. അതിപ്പോഴും ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെ നിനക്ക് എൻ്റെ ഓം ഇനിയും പറഞ്ഞു നിന്നാൽ ചിലപ്പോൾ ഈ വിവാഹം നടന്നില്ലെന്ന് വരാം. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്ന അദ്രിയോടായി ഓം പറഞ്ഞു തുടങ്ങി, ഇന്ന് അലങ്കൃതയുടെ വിവാഹമായിരുന്നു. അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയുമായിട്ടായിരുന്നു. ക്രിസ്റ്റിക്ക് അലങ്കൃത വിവാഹം കഴിക്കാനുള്ള എല്ലാ ഫുൾ സപ്പോർട്ടും ഐഡിയ പറഞ്ഞു കൊടുത്തത് ആരാന്ന് നിനക്കറിയാമോ? നീ ഇപ്പോൾ ഇനി ആർക്ക് വേണ്ടിയാണോ എൻ്റെ മുന്നിൽ വായിച്ച അവൾ തന്നെയാണ് അവൻ ഈ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തത്. ആര്? ആദിയോ? അദ്രി ഒരു ഞെട്ടലോടെ ചോദിച്ചു. അതെ, ആദി തന്നെ. അതെന്തിനു വേണ്ടിയെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. എങ്കിൽ എനിക്കും അറിയണം. അത്രയും പറഞ്ഞുകൊണ്ട് ഓമിനൊപ്പം തന്നെ അദ്രിയും അവിടെ ഇരുന്നു. കുറേ സമയത്തിന് ശേഷം കവറുകളുമായി അകത്തേക്ക് കയറി വന്ന രുദ്രനെയും ആദിയെയും അവർ രണ്ടുപേരും കണ്ടു. രണ്ടുപേരും അകത്തോട്ട് കയറി. ഇവരെ ശ്രദ്ധിക്കാതെ അകത്തോട്ട് കയറി റൂമുകളിലേക്ക് പോകാൻ തുടങ്ങിയതും ഇരുവരെയും ആദിയും അദ്രിയും പിടിച്ചു നിർത്തി. എന്താ ഏട്ടാ? ഒരു വ്യത്യാസവും ഇല്ലാതെ രണ്ടുപേരും നിഷ്കളങ്ക ഭാവത്തിൽ അവരോട് ചോദിച്ചു. ഓ, എന്താ നിഷ്കളങ്കത മുഖത്ത്? രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്ന് ഓം അവരോട് ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു. എന്താ ഏട്ടാ കാര്യം? ഓ, ഒന്നും അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ക്രിസ്റ്റിയുടെ വിവാഹത്തിന് എങ്ങനെ എത്തി? അത് ക്രിസ്റ്റി ചേട്ടൻ വിളിച്ചായിരുന്നു. ഒന്ന് സാക്ഷി ആയിട്ട് ഒപ്പിടണം.
അതുകൊണ്ട് അവിടം വരെ ഒന്ന് എത്തണമെന്ന്. അത് നിൻ്റെ ഭാഗമാണോ? ആ, അപ്പോഴാദ്യം നിന്നെ എന്തിനാ വിളിച്ചത്? ആ, എന്നെ ഇതൊക്കെ തന്നെ പറഞ്ഞ് വിളിച്ചത്. ഓ, ഇത്രയും നാൾ അലങ്കൃതയെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലണം തിന്നണം എന്നൊക്കെ പറഞ്ഞ് നീ ഇത്ര പെട്ടെന്ന് എന്താടി മറുകണ്ഠം ചാടിയത്? അതിരി അവളോടായി. അത് ചേട്ടാ വേറെ ഒന്നുമല്ല. എത്രയൊക്കെ പറഞ്ഞാലും ഞാനൊരു ഭാര്യയല്ലേ. എൻ്റെ ഭർത്താവിൻ്റെ പുറയിൽ മണപ്പിച്ച് നടക്കുന്ന പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും സഹിക്കത്തില്ല. അവളൊരു കുരുക്കിൽ ചെന്ന് ചാടുന്നെങ്കിൽ ചാടട്ടെ, അത്രയേ ഉള്ളായിരുന്നു. അതിന് ചെറിയൊരു സപ്പോർട്ട് ഞാൻ കൊടുത്തു, അത്ര ഞാൻ ചെയ്തോളൂ. പിന്നെ അവൾ ഒരു കുഴിയിൽ ചെന്ന് ചാടുന്നത് കാണാൻ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി. പിന്നെ അവൾക്ക് സാക്ഷിയായിട്ട് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരു ഒപ്പ് വെക്കണം. എൻ്റെ ഒരു ഒപ്പിന് കോടികളുടെ വിലയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഒരു ഒപ്പ് ഇട്ട് അവർ രണ്ടുപേരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോരുന്നു. നീ എന്തോ അനുഗ്രഹിക്കുന്നേ? നിനക്ക് ക്രിസ്റ്റി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ തല്ലുകൊണ്ടെങ്കിലും നീ നേരെ ആവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് ചേട്ടാ പോരുന്നത്. അത്രയും പറഞ്ഞതും ആദിയുടെ സംസാരം കേട്ടു ഓമിന് ചിരി വന്നെങ്കിലും അവനും അതിരിയും അതും ഉള്ളിലൊതുക്കി നിന്നു. ആ ശരി ശരി, എങ്കിൽ പോയി ഫുഡ് കഴിച്ചിട്ട് റെഡിയാവാൻ നോക്ക്. ക്രിസ്റ്റിയുടെ വീട്ടിൽ പോകണം. ഇന്ന് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടല്ലോ. അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ, അവിടം വരെ ഒന്ന് പോകണം. പിന്നെ രണ്ടിനോടുമായിട്ട് പറയുക, അവിടെ ചെന്ന് അലങ്കൃതയോട് വിരോധമുണ്ടെന്നും പറഞ്ഞ് ആ പാർട്ടി കുളവാക്കാൻ നിൽക്കരുത്. ദൈവത്തെ ഓർത്ത് പറയുക. നീ രണ്ടെണ്ണമായി എന്താ മനസ്സിൽ കരുതി വെച്ചേക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യം. ഏത് രീതിയിൽ അവൾക്ക് പണി കൊടുക്കുന്നതെന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ. പാവം ക്രിസ്റ്റിയെ ഓർത്തെങ്കിലും അവൾക്ക് ഇന്ന് പണി കൊടുക്കരുത്. അമ്മക്ക് ഒരുപാട് ടൈം ഉണ്ട് അവൾക്ക് പണി കൊടുക്കാൻ. ഓം അവർ രണ്ടുപേരോടായി പറഞ്ഞു നിർത്തി. ഏയ്, ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഏട്ടനെന്താ അങ്ങനെ? നിങ്ങൾ രണ്ടും ആയതുകൊണ്ട് തന്നെയാ പറഞ്ഞേ. നീ രണ്ടെണ്ണം ഇത്ര സൈലൻ്റായിട്ട് അവൻ വിളിച്ചെടുത്ത് ചെന്ന് ഒപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു ദുരുദ്ദേശമുണ്ട്. ഏയ്, ഞങ്ങൾക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ല. ആദ്യം ഇടയ്ക്ക് കയറി പറഞ്ഞു. പിന്നെ എന്തർത്ഥത്തിലാണ് രണ്ടെണ്ണവും കൂടെ അവന് ഇത്ര സപ്പോർട്ട് ചെയ്ത് അലങ്കൃത? ഞാൻ പറഞ്ഞ സത്യമാണ്. എന്ത്? ഓം അവളോടായി ചോദിച്ചു. എനിക്ക് ഇഷ്ടമല്ല. എൻ്റേതെന്ന് ഞാൻ അഹങ്കാരത്തോടെ വിശ്വസിക്കുന്ന സാധനങ്ങളിലല്ല ഒരു വ്യക്തിയിലായാൽ പോലും മറ്റൊരാൾ അവകാശം സ്ഥാപിക്കുന്നത്. അവൾ എപ്പോൾ കണ്ടാലും എന്നോട് പറയും എൻ്റെ ഓം, എൻ്റെ ഓം. പിന്നെ എൻ്റെ ഈ കഴുത്തെ താലി കെട്ടിയതിന് എന്തോ അർത്ഥമാണ് ഉള്ളത്? അവളുടെ ഓമാണെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ കഴുത്തെ താലി കെട്ടി എൻ്റെ ഭർത്താവിനെ വേറൊരുത്തി എൻ്റേതാന്ന് പറയുമ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കണം. എനിക്ക് അത്ര വലിയ മനസ്സൊന്നുമില്ല ഭർത്താവിനെ ഷെയർ ചെയ്യാൻ. അതുകൊണ്ട് അവൾക്ക് ക്രിസ്റ്റി ചേട്ടൻ തന്നെ പറ്റത്തുള്ളൂ. ക്രിസ്റ്റി ചേട്ടനാകുമ്പോൾ നല്ല 4 കീറ് കൊടുത്തിട്ടാൽ അവളെ റെഡിയായിട്ട് നിർത്തും. അതുകൊണ്ട് മാത്രമാണ് അവളെ അങ്ങേര് കല്യാണം കഴിക്കാനുള്ള കുരുട്ട് ബുദ്ധി സഹിതം ഞാൻ പറഞ്ഞു കൊടുത്തത്. ഓ, അന്നേരം സത്യവും മോള് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇതിനുള്ള കുരുട്ടുബുദ്ധി നീ രണ്ടെണ്ണോ പറഞ്ഞു കൊടുത്തെന്നൊരു ചെറിയൊരു സംശയം എനിക്കുള്ളായിരുന്നു. ഇപ്പം അത് ക്ലിയറായി. ഓം പറഞ്ഞു നിർത്തിയതും രുദ്രൻ ദയനീയമായി ആദിയെ ഒന്ന് നോക്കി. ആദി അപ്പോഴാണ് തൻ്റെ വായിൽ നിന്നും വീണുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. എടാ പണിപ്പാളി, ഏയ് നീ പെട്ട്, ഞാൻ പോവുക. ഇനി അങ്ങേരുടെ ചോദ്യത്തിൽ നീ പറഞ്ഞു മറുപടി. ആദിയുടെ ചെവിയിൽ സ്വകാര്യമായി രുദ്രൻ പറഞ്ഞ് അവിടെ നിന്നും മുങ്ങി. എന്തോ എന്നെ വിളിച്ചോ? ദാ വരുന്നമ്മേ. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്ന് മുങ്ങാനൊരിക്കുന്നു. അതേ, ഫുഡ് കഴിച്ച് നേരെ റൂമിലോട്ട് വരണം. ഓം ആദ്യോടായി പറഞ്ഞു. അതെന്തിനാ? അവിടെ ഒരു സാധനം വെച്ചേപ്പോട്ട്, അങ്ങോട്ട് വാ. വേണോ? നമുക്ക് വൈകുന്നേരം ഫങ്ഷനെല്ലാം കഴിഞ്ഞിട്ട് കണ്ടാൽ പോരെ. പറ്റത്തില്ല, ഫങ്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ നീ റൂമിലെത്തിയിരിക്കണം. പറഞ്ഞത് കേട്ടല്ലോ. ഓം അവിടെ നിന്നും പോയതും അതിരിയെ ഒന്ന് നോക്കി. എന്നെ നോക്കണ്ട. രണ്ടെണ്ണം കൂടെ വരുത്തി വെച്ചതിൽ നിന്നും അവൻ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനി നീ പെട്ട്. നീ ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള വാങ്ങിച്ചു കൂട്ടു. ഏട്ടാ, ഒരു ഏട്ടനും കേട്ടനും ഇല്ല. അങ്ങ് പോയാൽ മതി. അവന് തരാനുള്ളത് കയ്യോട് വാങ്ങിച്ചു കൂട്ടിക്കോ. ഇതിൽ ഞാൻ ഒന്നും പറയത്തില്ല. വേണ്ടാത്തതിൽ എവിടെല്ലാം ഉണ്ട് അവിടെല്ലാം പണ്ട് തൊട്ടേയുള്ള സ്വഭാവം ചെന്ന് തലയിടുന്നത്.
പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ, ഒരു കാര്യത്തിൽ എടുത്ത് ആടുമ്പോൾ 100 വട്ടത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല? അല്ല എങ്കിൽ ഇതിൽ നിന്ന് നൈസായിട്ട് നിന്നെ ഞാൻ ഊരിയെടുക്കത്തില്ലായിരുന്നു. ഇതിപ്പം ഞാൻ ഹെൽപ്ലെസ്സാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അതിരി പോയതും അവൾ വിഷമത്തോടെ ആ സെറ്റിൽ തന്നെ ഇരുന്നു. ഫുഡെല്ലാം കഴിച്ച് മനസ്സില്ലാ മനസ്സോടെ ആദി ഓമിൻ്റെ റൂമിലേക്ക് പോയി. ഓമിൻ്റെ റൂമിൽ ചെന്ന ആദി കാണുന്നത് ബെഡിൽ എന്തോ ചിന്തയോടെ ഇരിക്കുന്ന ഓമിനെയാണ്. അവൾ പതുക്കെ ചെന്ന് ഒന്ന് ശബ്ദമുണ്ടാക്കി. ആ വന്നോ, ആ ഡോറൊന്ന് ക്ലോസ് ചെയ്തേ, ഒരു കാര്യം സംസാരിക്കാൻ. അത്രയും പറഞ്ഞുകൊണ്ട് ഓം അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ പറഞ്ഞതുപോലെ തന്നെ ഡോർ ക്ലോസ് ചെയ്ത് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് എന്താ കാര്യമെന്ന് തിരക്കിയതും അവൻ പറഞ്ഞു തുടങ്ങി. കുറച്ചു മുമ്പേ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ, ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നോ ഒക്കെ. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം. ചെറിയൊരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നി. ഗിഫ്റ്റോ? എന്നാ ഇനി തന്നേക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം കൈനീട്ടുന്നു. ഇവിടല്ല. അതിൽ എന്തോ ഒരു വശപ്പശക് തോന്നുന്ന ആദ്യം പതുക്കെ അവിടെ നിന്ന് പിന്നോട്ട് നടന്നു. അവളുടെ ആ പ്രവൃത്തി മുന്നേ കണക്ക് കൂട്ടിയതുപോലെ അവൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി.